portion is removed, a circular portion remove, then you have to determine the center. You have to locate the centroid of the remaining portion in the locate centroid. Locate. That means you have to find out x bar and y and draw this diagram. Then after that, you can draw the reference axis. You know that for calculating the centroid, the left end of the composite figure or composite area become the reference axis for calculating x bar, and the bottom line of the composite area become the reference axis for calculating y bar. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. തന്നിരിക്കുന്ന കോമ്പോസിറ്റ് ഫിഗറിന്റെ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നതാണ് ഒ വൈ ആക്സിസ്. അതെന്തിനാ? എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒ വൈ ആക്സിസിൽ നിന്നാണ്. ദെൻ ബോട്ടം ലൈൻ വിൽ ബിക്കം വോട്ട്, ദാറ്റ് ഈസ് ഒ എക്സ് ആക്സിസ് ആയിരിക്കും. ബോട്ടം ലൈൻ ആണ് ഒ എക്സ് ആക്സിസ്, റെഫറൻസ് ആക്സിസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഫോർ വാട്ട്? ഫോർ കാൽക്കുലേറ്റിംഗ് വൈ ബാർ. സോ നമ്മൾ അതൊക്കെ ചെയ്തു. Then after that, you can divide this composite figure into number of plane figures. So from this diagram, it is very clear that we have only two plane figures, such as one is right angle triangle, another one is the circle. Am I right? അല്ലേ, നമുക്ക് രണ്ടെണ്ണം മാത്രമേ ഇതിനുള്ളൂ. നമുക്ക് ക്ലിയർ ആണത്. അപ്പൊ ഒന്ന് ഫസ്റ്റ് വണ്ണിന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ 1 എന്നും സർക്കിളിന് ഞാൻ 2 എന്നും നെയിം ചെയ്തു. Then after that, I can write the formula. എന്തായിരിക്കും എന്റെ ഫോർമുല? എക്സ് ബാർ ഈസ് ഈക്വൽ ടു okay. Now you can write the formulas. X bar is equal to a1 x1 minus a2 x2 divided by a1 minus a2. Why the minus sign? നമുക്കറിയാലേ എന്താ മൈനസ് സൈൻ വരാൻ കാരണം? ബിക്കോസ് വൺ പോർഷൻ ഈസ് റിമൂവ്ഡ് ഫ്രം ദി അതർ. ഒന്നിന്ന് വേറൊരെണ്ണം നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ റിമൈനിങ് പോർഷന്റെ ആണ് നമ്മൾ എന്ത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്. Then similarly, y bar is equal to a1 y1 divided by a1 y1 minus a2 y2 divided by a1 minus a2. അങ്ങനെയാണ് ഫോർമുല. നെക്സ്റ്റ്, സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ സൂം ചെയ്യും. ഓക്കെ, ഇതാണ് എന്റെ ഡയഗ്രം. ബിറ്റ്വീൻ കുറെ പേര് വരുന്നുണ്ടല്ലോ. സോ ദിസ് ഇസ് മൈ കോമ്പോസിറ്റ് ഫിഗർ. അപ്പൊ ഈ കോമ്പോസിറ്റ് ഫിഗറിന് ഞാൻ 1 by 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ വിച്ച് വൺ ഈസ് അവർ ഫസ്റ്റ് പ്ലെയിൻ ഫിഗർ? ദാറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. So you can draw this right angle triangle separately. ഇപ്പൊ സപ്പോസ് നിങ്ങൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ സെപ്പറേറ്റ് വരയ്ക്കണം എന്നൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. So here, so this is your right angle triangle. Then here, this is our main diagram. In this, here is the position of the reference axis. അപ്പൊ നമുക്ക് അവിടെ അത് തന്നെ വരയ്ക്കാം. ഓക്കെ, ആക്ച്വൽ റെഫറൻസ് ആക്സിസ് വേണം നമ്മൾ വരയ്ക്കാനായിട്ട് കേട്ടോ. സോ ദിസ് വിൽ ബി ഒ എക്സ് ആക്സിസ് and this one is OY. And what about the base of this right angle triangle? This is 60 centimeter. 60. And what about the depth? Depth is 80 centimeter. Not a depth height of the height. It's 80 centimeter. Let G1 be the centroid of this right angle triangle. Next, let X1 be the centroidal distance of
this right angle triangle from OY axis and y1 be the centroid distance of the same from OX axis. അല്ലെ OX axis എന്ന് പറഞ്ഞാൽ centroid distance ആണ് y1, then OY axis എന്നത് x1 ആണ്. So your aim is to find out what the x1 and y1 value. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x1 ന്റെയും y1 ന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. വേണ്ടേ? വേണം. സോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സപ്പോസ് നിങ്ങൾക്ക് ഒരു ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു write what about the dimension, basic dimension of this plate figure. That means what about the base or height and height, then you can calculate the area. അത് തന്നെ ആദ്യം കഴിച്ചു വെക്കാം. അപ്പൊ നോക്കിയേ, so in this right angle triangle, what about the base? Base B1 is equal to 60 centimeter and height H1 is equal to 80 centimeter. Therefore, you can calculate the area of this right angle triangle, that is A1 is equal to half B1 H1, that is half into base is 60 into 80, that is equal to 2400 centimeter square. Next x1 ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ x1 ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം? So we have already studied that for a right angle triangle, നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ, assume this is a centroid of this right angle triangle. So in this right angle triangle, ഇതല്ലേ 90 degree സൈഡ്, ഒരു 90 degree സൈഡ് ചെയ്ത് ഈ സെൻട്രോയിഡ് വരയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ what about this value? This is b/3. ഇത് b/3 ആണ്. Then where b is the base of this right angle triangle. ഇത് b/3 ആണെങ്കിൽ റിമൈനിങ് എന്തായിരിക്കും? 2b/3 ആണ്. This one we have already studied. Now you can see our question diagram. നമ്മുടെ ക്വസ്റ്റ്യൻ ഡയഗ്രം നോക്കിയേ, അതായത് 90 ഡിഗ്രി സൈഡിൽ നിന്നാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്? അല്ല, ഇതല്ലേ 90 ഡിഗ്രി സൈഡ്, ഇതാണ് 90 ഡിഗ്രി സൈഡ്. സോ വി ആർ നോട്ട് മെഷറിംഗ് ഫ്രം ദി 90 ഡിഗ്രി സൈഡ്. 90 ഡിഗ്രി സൈഡിൽ നിന്നാണോ മെഷർ ചെയ്യുന്നത്? അല്ല, ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ബേസ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദിസ് ഇസ് 2b/3 അല്ലേ? ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് 90 ഡിഗ്രി സൈഡിൽ നിന്നാണ്. സപ്പോസ് ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ഓർ ഇഫ് യു ആർ മെഷറിംഗ് ദാറ്റ് സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഫ്രം 90 ഡിഗ്രി സൈഡ് ഓഫ് ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദ ഫോർമുല ബിക്കം b/3. ബട്ട് ഇൻ അവർ കേസ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. അതെ, നമ്മുടെ കേസ് അതാണോ? അല്ല, നമ്മൾ മെഷർ ചെയ്യുന്ന എവിടെന്നാ? ഈ ഒരു സൈഡിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സോ വാട്ട് അബൌട്ട് ദ സെൻട്രോയിഡ് ഡിസ്റ്റൻസ്? ദാറ്റ് ഈസ് 2b/3. സോ ഹിയർ ഡയറക്ട്ലി ഐ ഹാവ് യൂസ്ഡ് ദ ഫോർമുല 2b1/3. കാരണം എന്താ? ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ആക്സസ് കിടക്കുന്നത്. അപ്പൊ ഡയറക്ട്ലി എനിക്ക് ഫോർമുല യൂസ് ചെയ്യാം. 2b/3, that is 2 into 60 divided by 3, that is equal to 40 centimeter. Now you can calculate b, that is y1. Y1 means the centroid distance of this right angle triangle from OX axis. So we have already studied that. See, from the bottom of a right angle triangle or from the base of the right angle triangle, that is, what about this distance? Y bar. Y bar means from the base of the right angle triangle to centroid. This distance is y bar. And if h is the height of this right angle triangle, the right angle triangle height ആണ് h എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ y bar is equal to h/3. That we have already studied. അല്ലേ? അപ്പൊ ഇവിടുന്ന് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസിൽ നിന്നാണ്. ഫ്രം ദി ബേസ് ഓഫ് ദി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ടു G to this centroid distance. This is centroid, not a centroid distance, to centroid. സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y bar എന്ന് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് h/3 ആണ്. ബട്ട് വാട്ട് അബൌട്ട് അവർ ഫിഗർ? നമ്മുടെ ഫിഗർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എൻ ഇൻവേർട്ടഡ് വൺ അല്ലേ? ഇത് ഇൻവേർട്ടഡ് ആണ് നമ്മുടെ ഫിഗർ. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? സോ ഇതാണ് G എങ്കിൽ, സപ്പോസ് if it is G from the base of the right angle triangle to this G, the formula is what? That is h/3, provided the h is the height of this right angle triangle. നമുക്ക് അവിടെ നിന്നാണോ മെഷർ ചെയ്യേണ്ടത്? അല്ല. Now in our problem the base is different. നമ്മുടെ കേസിൽ ഏതാ റെഫറൻസ് കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഇത് h/3 ആണെങ്കിൽ what about this distance? ഇത് എത്രയായിരിക്കും? The total height of a right angle triangle is h. This distance is h/3. What about this one? The remaining distance will be 2h/3. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? ഈ ട്രയാങ്കിൾ ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. മേ ബി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതാ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ട്രയാങ്കിൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്,
ദെൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് ട്രയാങ്കിൾ. അപ്പൊ എങ്ങനെ ഒരു ഷേപ്പിൽ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. എങ്ങനെ വേണമെങ്കിലും വരാം, പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ബേസിന്നാണ് സെൻട്രോയിഡിലേക്കുള്ള, ഇതല്ലേ ട്രയാങ്കിളിന്റെ ബേസിന്നാണ് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് h/3. അപ്പൊ നമുക്ക് വേണ്ടത് ബേസിന്നാണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഇതാ ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ടത്, ജിയിൽ നിന്നും ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ദിസ് വൺ ഈസ് h/3. സോ വാട്ട് അബൌട്ട് ദിസ് വൺ? h minus h/3 is equal to 2h/3. അപ്പൊ 2 ഇനി ഇവിടെ ഒ എക്സ് ആക്സിസ് ഈ ട്രയാങ്കിളുടെ എഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ? ഒ എക്സ് ആക്സിസ് ഈ ട്രയാങ്കിളുടെ എഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഡയറക്ട്ലി വി ക്യാൻ യൂസ് ദ ഫോർമുല 2h/3. That is 2 into height of the triangle is 80 divided by 3. That is equal to 53.33 centimeter. Is it clear? Have any doubt? Hello? 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 വേറെ കോളേജിലാണ് നമുക്ക് നോക്കില്ല. 1 minute കേട്ടോ. Okay. So right angle triangle is over. Next one is what? Circle ആണ്. നമുക്ക് സർക്കിളിന്റെ നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് എ സർക്കിൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളും സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാം അല്ലെ? സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. So this is my reference axis, OY. This is OX, then OX. So this is my circle. This is a circle. And from the center of the circle to this distance is already given. It's already shown in the figure. This is 30 centimeter. Already figure തന്നിട്ടുണ്ട്, 30 centimeter ആണ്. ക്വസ്റ്റ്യൻ ഡയഗ്രം നോക്കിയാൽ മതി. അപ്പൊ ഇത് ഓൾറെഡി എന്താണ് തന്നിട്ടുണ്ട്? 30 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ,
Next, from here to here, this distance is 30 centimeter and remaining this one is 50 centimeter. And the diameter of this circle is 15 centimeter, that also given in the problem. Next, let G2 be the centroid. Let G2 be the centroid of this circle. Let X1 be the centroidal distance of this circle from OY axis, X2. Then Y2 be the centroidal distance of the same circle from OX axis. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? അതിന്റെ ഡയമെൻഷൻസ് എഴുതാം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. Here the diameter of the circle is given how much? 15 centimeter. Therefore, area is equal to area A2. Because since it is a second section, so that I have given the name as A2. A2 is equal to pi d2 square divided by 4. That is pi into 15 square divided by 4. That is equal to 176.71 centimeter square. Next, x2 is equal to, x2 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ഡയഗ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഈ സെൻട്രോയിഡിൽ നിന്ന് ഈ OY ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി ഗിവൺ. എത്രയാ? 30 സെന്റിമീറ്റർ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. Then y2 means what? അതായത് ഈ G2 ൽ നിന്ന് OX-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y2 എന്ന് പറയുന്നത്. ദാറ്റ് ഓൾസോ ഗിവൺ ഡയറക്ട്ലി അല്ലേ, തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഹൗ മച്ച്? 50 സെന്റിമീറ്റർ. അങ്ങനെ തന്നെ എഴുതി, ഒന്നും ആഡ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ പ്രോബ്ലമിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. Now you can substitute all the values in our equation. That is x bar is equal to A1 is how much? 2400. Then this is x1 400. Then A2 176.71. Then x2 30 divided by 2400 minus 176.71. That is x bar is equal to 40.79. That is the answer. ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ എക്സ് ബാർ ഈ ഹൊറിസോണ്ടൽ ഡയമെൻഷന്റെ മാക്സിമം വാല്യൂ എത്രയാ? 30 + 30 that is 60. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ് ബാറിന്റെ വാല്യൂ 60യേക്കാളും ലെസ് ആയിരിക്കും. ദെൻ വൈ ബാർ ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയെന്ന് അറിയോ? 53.59 സെന്റിമീറ്റർ ആണ്. നിങ്ങളുടെ മാക്സിമം വാല്യൂ എത്ര വെർട്ടിക്കൽ മെഷർമെന്റ്? ദാറ്റ് ഈസ് 50 + 30 ദാറ്റ് ഈസ് 80 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന വാല്യൂ അതിനേക്കാൾ ലെസ് ആയിരിക്കും. മനസ്സിലായോ? ദാറ്റ് ഈസ് വൈ ബാർ ഈസ് ഈക്വൽ ടു 53.59 സെന്റിമീറ്റർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെൻട്രോയിഡ്. നൗ I think number of problems are there in സെൻട്രോയിഡ്. സെൻട്രോയിഡ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് കാണാൻ പറ്റും. ദെൻ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പറിലാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അത് എന്ത് സോൾവ് ചെയ്യാൻ പറ്റും? കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിക്ചർ തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മേ ബി ഇങ്ങനെയൊക്കെ തരാറുണ്ട് പിക്ചർ. ഇതാ, ഇതൊരു ട്രപ്പീസോയിഡ്, ഇതൊരു കൾവേർട്ടാണ്, ഈ ഒരു ഷേപ്പിൽ തരാറുണ്ട്. ഇതാ ഇങ്ങനെ തരാറുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ അവർ തരാം. ചിലപ്പോ ഐ ഷേപ്പിൽ തരാറുണ്ട്. Then ഇങ്ങനെ ഒരു ഷേപ്പിൽ തരാം, എങ്ങനെ വേണമെങ്കിലും തരാമോ? ഡിഫറെന്റ് ഷേപ്പിൽ അവർ തരും. പക്ഷെ ഇതെല്ലാം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആയോ എല്ലാവർക്കും? ഹലോ 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 ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാണ് കേട്ടോ. അടുത്ത ടോപ്പിക്കിൽ തിയറി പോർഷൻ വരയ്ക്കും. അതുകൂടി നമ്മൾ വായിച്ചു വിട്ടേക്കും എക്സാമിന്. അത് വരയ്ക്കും പഠിച്ചു വെച്ചു. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇതാണ് നിങ്ങളുടെ അടുത്ത ടോപ്പിക്, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ, മൊമെന്റ് ഓഫ് ഇനേഷ്യ. സെൻട്രോഡ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും എപ്പോഴും എക്സാമിന് ചോദിക്കാം, യൂണിവേഴ്സിറ്റി എക്സാമിന്. സെൻട്രോഡ് അറിഞ്ഞാൽ മാത്രമാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ചെയ്യാൻ പറ്റുള്ളൂ. മൊമെന്റ് ഓഫ് ഇനേഷ്യ സെൻട്രോഡ് കണ്ടുപിടിച്ചാൽ ബാക്കി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ? യു നോ ദാറ്റ് മൊമെന്റ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റൊട്ടേഷൻ. അറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മൊമെന്റ്
Moment means what? It is a rotation of a body about a point. ഒരു point വെച്ചൊരു body rotate ചെയ്യാം. That is known as a moment. What is moment of inertia? Inertia is known. You know that inertia. You have already studied this term when അതായത് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ ഫെമിലിയർ ടേം ആണ് ഇനേഷ്യ. എവിടെയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് ഫസ്റ്റ് മോഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓർ ദ ഫസ്റ്റ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേഷ്യ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇനേഷ്യ. എന്താ ഇനേഷ്യയുടെ മീനിങ് എന്താ? ഇന്നേർട്ട് ടു ചേഞ്ച് ആണ്. അതായത് ആ ബോഡി ഏത് സ്റ്റേറ്റിലാണോ അത് എന്ത് ചെയ്യും? ദ ബോഡി ഹാസ് ദ ടെൻഡൻസി ടു കണ്ടിന്യൂ ദാറ്റ് സ്റ്റേറ്റ്. ആ ബോഡി എന്ത് ചെയ്യും? ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് തന്നെ ബോഡി എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേഷ്യ എന്ന് പറയും. ഇന്നേർട്ട് ടു ചേഞ്ച്. അവർക്ക് ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. അവരെങ്ങനെയാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് ഹിയർ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ എന്ത് റൊട്ടേഷനിൽ ചേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. സോ ഇനേഷ്യ മീൻസ് വാട്ട്? ഇന്നേർട്ടഡ് ടു ചേഞ്ച് ആണ്. അപ്പൊ മേബി അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്താ? ആ ബോഡി റൊട്ടേറ്റിംഗ് ബോഡിയുടെ ആ ബോഡി ഏത് ഒരു കണ്ടീഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ അതിന്റെ സ്പീഡ്, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആ ബോഡിക്ക് എന്ത് ചെയ്യുന്നത്? ബോഡിക്ക് താല്പര്യം. അതിനകത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. So here you can consider a horizontal surface. Consider a horizontal surface. Then consider this as a body. The initial position of this body is at A. Next, by applying a force F, you can make this body to roll on the surface. അല്ലെ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ ഈ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതല്ലേ ഈ ബോഡിയിൽ ഒരു എഫ് എന്നൊരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ മേക്ക് ദിസ് ബോഡി ടു റോൾ ഓൺ ദ സർഫസ്. ഈ സർഫസിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? റോൾ ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ? അങ്ങനെ അത് റോൾ ചെയ്ത് ലെറ്റ് ബി ഈസ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദിസ് ബോഡി. Assume the distance between 5 meters. These two position is 5 meters, not body. These two position is 5 meters. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5 after traveling a distance of 5 meters, this body comes to rest. അത് എന്ത് ചെയ്തു? റെസ്റ്റിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. Okay, that is the first case. So here you have a body which is placed on a horizontal surface. By applying a force F, you can make this body to roll on this surface. Then after traveling a distance of 5 meters, this body comes to rest. ഇതാണ് first case. Then in second case, another body the same surface, you can consider another body which is much larger than the first one. ആദ്യത്തെ ബോഡി ഏതാണോ ഈ ഫസ്റ്റ് ബോഡി ഏതാണ്? ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. സോ ദ സെക്കൻഡ് ബോഡി ഈസ് വാട്ട്? ഇറ്റ്സ് മച്ച് ലാർജർ ദാൻ ദ ഫസ്റ്റ് വൺ. ഫസ്റ്റ് വണ്ണിനേക്കാളും കുറച്ചുകൂടി വലുതാണ് ദ സെക്കൻഡ് ബോഡി. ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദിസ് ബോഡി ഈസ് ഓൾസോ എ. ആൻഡ് ഹിയർ ഓൾസോ യു ക്യാൻ അപ്ലൈ അനദർ ഫോഴ്സ് എഫ് ഡാഷ് ഓർ F2 എന്ന് വേണമെങ്കിൽ ആയിക്കോട്ടെ. എഫ് ഡാഷ് എന്നുള്ളൊരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബോഡീനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. And here also, you can, by applying this force, you can also make this body to roll on the surface. Then after traveling a distance of 10 meters, this body would into rest. റസ്റ്റിലേക്ക് വന്നു വിചാരിക്കും. ഒരു 10 meter ആണ് ഈ ഡിസ്റ്റൻസ്.
This is the final position of this body. So from these two cases, I can say that the moment of inertia of the second body is greater than the moment of inertia of the first body. ഇതാണ് എനിക്ക് ഇതിന് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് റീസൺ ഞാൻ പറയണ്ടേ? സെക്കൻഡ് കേസ് ഒന്ന് കൺസിഡർ ചെയ്തേ. ഞാൻ പറഞ്ഞു എന്തായിരുന്നു, ദ സെക്കൻഡ് ബോഡിയിൽ ഞാൻ ഒരു എഫ് ഡാഷ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്യണം, ബോഡി അതിൽ എന്ത് ചെയ്യാണ്, റോൾ ചെയ്യാണ്. ആ ബോഡി സർഫസിൽ റോൾ ചെയ്തു. അങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് ബോഡി തമ്മിൽ ഒരു സർഫസിന് വിത്ത് റെസ്പെക്ട് ടു അതർ ബോഡി വിച്ച് ഫോഴ്സ് വിൽ ആക്ട്, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ആക്ട് അല്ലേ, അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഒരു ബോഡി രണ്ട് ബോഡികൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ഫ്രിക്ഷണൽ ഫോഴ്സസ് വിൽ ആക്ട്. അപ്പൊ ഈ ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ നോക്കും, ഈ ബോഡീനെ റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും ഇല്ലേ. ബട്ട് ദിസ് ബോഡി ട്രൈ ടു, അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ബോഡി എന്ത് ചെയ്യാനാ നോക്കുക, ഫ്രിക്ഷൻ ഈ ബോഡി ഈ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ബോഡീനെ റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ദിസ് ബോഡി വുഡ് tries to oppose this frictional force. എന്ത് ചെയ്യും, ആ ബോഡി എന്ത് ചെയ്യും, ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നോക്കും, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അത് അതിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കും. ദിസ് capacity of the body is known as moment of inertia. ഫ്രിക്ഷനെ ഒപ്പോസ് ചെയ്തിട്ട് ആ ബോഡിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സെക്കൻഡ് ബോഡി ഈസ് ലാർജർ ദാൻ ദ ഫസ്റ്റ് ബോഡി. നമുക്കറിയാം ഒരു ലാർജർ ബോഡി റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാർജർ ബോഡീനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഒരു കേസായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് പറയാണ്, ഇപ്പൊ നമുക്ക് എന്ത് ഒരു ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് മാക്സിമം അത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. ആ ബോഡിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ദ ബോഡി ഈസ് ഇനേർട്ടഡ് ടു ചേഞ്ച്. അതായത് അത് എത്ര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ പോകാൻ തന്നെയാണ് ആ ബോഡിക്ക് ഇഷ്ടം. അതായത് ഈ ഫ്രിക്ഷൻ എന്ത് ചെയ്യും, അതിന് ഒപ്പോസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കപ്പാസിറ്റി, ആ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്ത് ആ ബോഡി കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ബോഡിയുടെ ടെൻഡൻസിനെ പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ദാറ്റ് ഇസ് ഇനേർട്ടഡ് ടു റൊട്ടേറ്റ്. അത് റൊട്ടേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ പോകാനാണ് താല്പര്യം. അതിന് റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് വരാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ ക്ലിയർ ആയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നൊരു കോൺസെപ്റ്റ്? ഹലോ, അപ്പൊ ഇതാണ് കേട്ടോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള കോൺസെപ്റ്റ്. ഇതാണ്. ഇനി this moment of inertia is on the distribution of mass of the body around an axis. ഏത് ആക്സസ് വെച്ചിട്ടാണ് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ റൊട്ടേഷൻ എങ്ങനെയാണോ ബോഡിയുടെ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് വരുന്നത്, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ബോഡി എനിക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എത്ര ടോർക്ക് ഞാൻ അപ്ലൈ ചെയ്യണം കണ്ടിരിക്കും ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഇത് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഞാൻ ഡെഫിനേഷൻസും പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലേസ് ദ റോൾ ഇൻ റൊട്ടേഷണൽ കൈനറ്റിക്സ് ദാറ്റ് പ്ലേസ് ആൻഡ് ലീനിയർ പ്ലേസ് ഇറ്റിക്സ്. അപ്പൊ നമുക്ക് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ബട്ട് ഒരു ബോഡി ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് വിൽ പ്ലേ. ഓക്കെ, അപ്പോ ഓക്കെ, അതായത് ബോഡി ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് റൊട്ടേറ്റിംഗ് അല്ലാതെ സ്ലൈഡ് ചെയ്ത് പോകുന്ന കേസിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ലീനിയർ കൈനറ്റിക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. റൊട്ടേഷൻ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. Okay, the moment of inertia depends on how mass is distributed around an axis of rotation and will vary depending upon the chosen axis. നമ്മൾ ഏത് ആക്സിസ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ വ്യത്യാസം വരും. ഇനി നമുക്കുള്ളത്
ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നെ രണ്ടാണ്. മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. Now in this module we are only discussing about the two-dimensional body. നമുക്ക് two-dimensional ബോഡിനെ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡൈമെൻഷണൽ ബോഡി ഐ ഹാവ് ഓൾറെഡി ടോൾഡ് എന്തായാലും വെയിറ്റിനേക്കാൾ ഏരിയ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഏരിയ ഓക്കെ. ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഒരു ബുക്കിഫ് ഒരു പേജ് എടുക്കുകയാണെങ്കിൽ അതിന് വെയിറ്റ് എന്ന് പറയാൻ നമുക്കില്ല. നമുക്ക് എന്താ ഉള്ളത്? ഏരിയ ആണ് നമുക്കുള്ളത്. സോ നമ്മൾ എന്താ എടുക്കുന്നത്? മാസിന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏരിയ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. The area moment of inertia is a property of a two-dimensional plane shape or planar bodies, then which characterizes its deflection under loading. That is resistance to bending. Clear ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സാധാരണ നമുക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഹിയർ യു ക്യാൻ സി എ ലാമിന. ലാമിന ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ പ്ലെയിൻ. അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളി സ്മോൾ ആണ്. പക്ഷെ അതിന്റെ ഏരിയ മാത്രമാണ് ഉള്ളത്, വെയിറ്റ് എന്ന് പറയാനേ ഇല്ല. അങ്ങനെയുള്ള സർഫസ് നമ്മൾ ലാമിന എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഹിയർ യു ക്യാൻ സി എ ലാമിന ഓഫ് ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ. ലെറ്റ് ജി ബി ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ലാമിന. Okay, let G be the, let OX and OY be the reference axis. Then let X bar be the centroidal distance of this lamina from OY axis and Y bar be the centroidal distance of this lamina from OX axis. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാം. പറഞ്ഞുതരാം. സെൻട്രോയിഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറ്? സെൻട്രോയിഡ് എക്സ് ബാർ centroid of a body. Centroid of a body can be calculated by, or it is the product of area of the lamina into the centroidal distance. അങ്ങനെയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്? ഫോർമുല നമ്മുടെ അങ്ങനെയല്ലേ? A1x1 അതെന്താ എഴുതിയിരിക്കുന്നത്? ഏരിയയും പിന്നെ അതിന്റെ എന്താ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സെൻട്രോയിഡിൽ നമ്മൾ കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. സെൻട്രോയിഡിന്റെ ഫോർമുല എന്താ? ഒന്നുകിൽ എ എക്സ് ബാർ അല്ലെങ്കിൽ എ വൈ ബാർ എന്നാണ് ഫോർമുല. ഓർ യു ക്യാൻ റൈറ്റ് A1x1 നമ്മൾ പഠിച്ചു. ഓർ A2x2 ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഏരിയ സെൻട്രോ. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്? സെൻട്രോയിഡ് പറഞ്ഞിരുന്നത്. ഇഫ് ദിസ് A into x1 that is area of the lamina and it is multiplied by the square of the centroidal distance. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ലാമിനയുടെ ഏരിയ ദെൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? സ്ക്വയർ ഓഫ് ദ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. സെൻട്രോയിഡൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ദിസ് വിൽ ബി ഓഫ് ഇനേഷ്യ. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. മനസ്സിലായോ? അപ്പൊ സെൻട്രോയിഡിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്? സെൻട്രോയിഡിനെ എഗെയിൻ നമ്മൾ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ ഫസ്റ്റ് കേസിൽ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് y axis iy is equal to ax square. ഇതല്ലേ y axis. y axis ഞാൻ എന്താ പറയാ? എക്സ് ബാർ അല്ലെങ്കിൽ എക്സ് ഞാൻ ഡിനോട്ട് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ലാമിന എബൌട്ട് y axis is equal to area of the lamina into the square of the centroidal distance from y axis. y axis എന്നുള്ള centroidal distance ഏതാ? x എന്നാണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ax square. Similarly, you can find out the moment of inertia of the same lamina about x-axis, or you can write OX axis OY. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന ലാമിനയുടെ ഏരിയ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ സ്ക്വയർ ഓഫ് ദ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. OX ആക്സിസ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്താ? Y ആണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ A into Y സ്ക്വയർ. നമ്മൾ പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി സെൻട്രോയിഡിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയും. ഫസ്റ്റ് മൊമെന്റ്. എന്താ ഫസ്റ്റ് മൊമെന്റ് എന്ന് പറയാൻ കാരണം? സെൻട്രോയിഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? A1x1 ഏരിയനെ മൊമെന്റ് വെച്ചിട്ട് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു പ്രാവശ്യമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അതാണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഏരിയയുടെ മൊമെന്റ് അല്ല അവിടെ എടുക്കുന്നത്, ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ദ ഏരിയ മൊമെന്റ് ഈസ് അഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ ദ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? എങ്ങനെ എഴുതാം നമുക്ക് ഇതിനെ? AX into x.
അല്ലേ? അപ്പൊ ഓൾറെഡി സെൻട്രോയുടെ ഡിസ്റ്റൻസിനെ വീണ്ടും ആ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ ദിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് known as second moment area. Second x is known as first of moment area. Second moment of area ആണ് ഞാനിവിടെ. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? y ആക്സിസ് എത്ര കിട്ടിയത്? ax² ആയിരുന്നു. Then moment of inertia about OX axis, y(x²). OX axis എന്താ? ay² ആണ്. ഇതിന്റെ യൂണിറ്റ് പറഞ്ഞേ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. Then x means distance ആണ്. That is distance square. So meter power 4. So the unit of moment of inertia is meter power 4 or centimeter power 4 or mm power 4. Whatever it is. എന്ത് തന്നെയായാലും അതിന്റെ റേസ് ടു 4 ആണ് കേട്ടോ, മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താന്ന് ക്ലിയർ ആയി. മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. എങ്ങനെയാണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് അറിയാം ഇല്ലേ? ഇനി നമുക്ക് നോക്കാം. അടുത്തൊരു തിയറമാണ്, എങ്ങനെയാണ് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചു സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഇപ്പൊ സപ്പോസ് ഇഫ് യു ഹാവ് എ കോമ്പോസിറ്റ് ഫിഗർ, യു നോ ദാറ്റ് ഹൗ ടു കാൽക്കുലേറ്റ് വാട്ട് ദ സെൻട്രോയിഡ് ഓഫ് എ കോമ്പോസിറ്റ് ഫിഗർ. അതേ തന്നെ ഒരു കോമ്പോസിറ്റ് ഫിഗറിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം അല്ലേ? എത്രയാണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അല്ലെങ്കിൽ ആ ബോഡി എനിക്ക് റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എക്സ്റ്റേണലി എത്ര അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ആ ബോഡിയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഞാൻ എക്സ്റ്റേണലി എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞിരിക്കണം. അപ്പൊ എനിക്കൊരു കോമ്പോസിറ്റ് ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു തിയറം വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് പാരലൽ ആക്സിസ് തിയറം. ഈ നെയിം പറയുന്നത് പോലെ തന്നെ there you can see the two axes. That two axes are parallel to each other. അപ്പൊ ഞാൻ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു കോമ്പോസിറ്റ് ഫിഗറിന്റെ കണ്ടുപിടിക്കുന്നത് ഒരു തിയറം വെച്ചിട്ടാണ്. ദാറ്റ് തിയറം ഈസ് നോൺ ആസ് പാരലൽ ആക്സിസ് തിയറം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് ചോദിക്കാറുണ്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനുണ്ട്, പ്രൂവ് ചെയ്യാനുണ്ട്. ഇവിടെ നോക്കിയേ എങ്ങനെയായിരിക്കും. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു കാര്യം മാത്രം പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ എടുത്തത് വരയ്ക്കും എക്സാമിന് പഠിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട്. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് അറിയണ്ടേ? പാരലൽ ആക്സിസ് തിയറത്തിന് ആദ്യം സ്റ്റേറ്റ്മെന്റ് പറയാം. സ്റ്റേറ്റ്മെന്റ് പറയണത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം ഫോർമുല പഠിച്ചു വെക്കാം, അതാണ് ഏറ്റവും എളുപ്പം. ഈ ഫോർമുല പഠിച്ചിട്ടാണ് അതിന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താ ഞാൻ എഴുതിയിരിക്കുന്നത്? IAB ഈസ് ഈക്വൽ ടു, ഐ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു, ഐ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിനോട്ട് ചെയ്യുന്നത്. ഐ മീൻസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. IAB മീൻസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ആക്സിസ് AB. ഇതാണ് AB എന്ന് പറയുന്നത്. IG മീൻസ്, IG എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രോയിഡിനാണ് നമ്മൾ G എന്ന് പറയാറ്. അപ്പൊ IG എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെൻട്രോയിഡ് കൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അത്രയും അറിഞ്ഞിരിക്കാം. A എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ആണ്. തന്നിരിക്കുന്നത് ഏതാണോ അതിന്റെ ഏരിയ. H എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈനിന്റെയും എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് നിങ്ങൾക്കുള്ള ലാമിന. സോ ഇതാണ് തന്നിരിക്കുന്ന ലാമിന. ഇതിന്റെ ടോട്ടൽ ഏരിയ A ആണ്. ഇനി ഇതിന്റെ സെൻട്രോയിഡ് ആണ് G എന്ന് പറയുന്നത്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ലൈൻ വെച്ചിട്ട് ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് IG എന്ന് പറയുന്നത്. ഇതേ ലൈനിന് പാരൽ ആയിട്ട് അതേ പ്ലെയിനുള്ള അനദർ ആക്സിസ് ആണ് AB. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ആ ലൈൻ വെച്ചിട്ട് ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് IAB എന്ന് പറയുന്നത്. മനസ്സിലായോ? IAB. ഇനി ഞാൻ പറഞ്ഞു പാരലൽ ആക്സിസ് തിയറം. ഈ രണ്ട് ആക്സിസ് എങ്ങനെയായിരിക്കണം നോക്കിയേ. സോ വാട്ട് അബൌട്ട് ദീസ് ടു ആക്സിസ്? ദീസ് ടു ആക്സിസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇത് രണ്ടും പാരലൽ ആയിരിക്കണം.
ഇനി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ് ബി എച്ച്, ഇതാണ് എച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. എവിടെ വെച്ചിട്ട്? ഈ എ ബി എന്നുള്ള ആക്സിസ് വെച്ച് കണ്ടുപിടിക്കണം. ഈ എ ബി എന്നുള്ള ആക്സിസ് വെച്ച് ഈ ബോഡി എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇതിന് ചുറ്റും എങ്ങനെയാണ് ഈ ബോഡിയുടെ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐ എ ബി ഇസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കുക? ഐ ജി പ്ലസ്, ഐ ജി എന്ന് പറഞ്ഞാൽ എന്താ? ആ തന്നിരിക്കുന്ന ലാമിനയുടെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഏരിയ ഓഫ് ദ ലാമിന ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. ഇതാണ് പാരലാക്സിസ് തിയറം. ഒന്നുകൂടെ ഞാൻ പറയാം. Parallax theorem state that the moment of inertia about an axis which is ആ ആക്സിസ് എങ്ങനെയായിരിക്കണം? ആ ആക്സിസ് എങ്ങനെയാ നോക്കിയേ? about an axis in the plane of the lamina, തന്നിരിക്കുന്ന ലാമിനയുടെ അതേ പ്ലെയിനിൽ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. ദെൻ അടുത്ത സിമ്പിൾ എന്താ? ഈസ് ഈക്വൽ ടു, അടുത്ത എന്താ പറയണ്ടേ? സം ഓഫ് വാട്ട്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സെൻട്രോയിഡൽ ആക്സിസ്, സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആൻഡ് പിന്നെ അടുത്ത സിമ്പിൾ ഏതവിടെ? പ്രോഡക്റ്റ് ആണ്. വാട്ട്? എന്തിന്റെ പ്രോഡക്റ്റാ? പ്രോഡക്റ്റ് ഓഫ് ദി ഏരിയ ഓഫ് ദ ലാമിന, തന്നിരിക്കുന്ന ലാമിനയുടെ ഏരിയ